Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. സോ നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇമേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇമേജ് ഇടും. അതിന് ചിലപ്പോൾ നമുക്ക് കമൻസ് കിട്ടും, ലൈക്സ് കിട്ടും. ട്വിറ്ററിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് നമുക്ക് റീട്വീറ്റ്സ് കിട്ടും. അതേപോലെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്സ് കിട്ടും, കമൻസ് കിട്ടും. സോ ഇതേപോലെ നമുക്ക് ഈ കിട്ടുന്നതൊക്കെ കൺവേർട്ടായിട്ട് കാശായി മാറുന്ന, അതായത് നമുക്ക് കിട്ടുന്ന ഓരോ ലൈക്സും കമൻസും ഒക്കെ കാശായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു രണ്ട് വെബ്സൈറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അതായത് ഒരു വളരെയധികം ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. രണ്ടും ഒരു മെയിനായിട്ട് ഒരു കമ്പനീൻ്റെ ആണ് രണ്ട് വെബ്സൈറ്റ്സും. സോ ഇത് രണ്ടും എങ്ങനെ വെച്ചാൽ ഒന്ന് യൂട്യൂബ് പോലെയാണ്, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് സ്ട്രീം ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിൽ 1 മില്യൺ യൂസേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക്. സോ ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആർട്ടിക്കിൾസോ ഇമേജസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. സോ അത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് അത് ഇഷ്ടപ്പെട്ട് തന്നെ അവരത് ലൈക്ക് ചെയ്യും. അങ്ങനെ കമൻസോ ലൈക്സോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്ക് കാശായിട്ട് കൺവേർട്ടായിട്ട് വരും. ഇത് വെച്ച് കുറേ കാശുണ്ടാക്കിയവരുടെ പല റിവ്യൂസും പല ന്യൂസസും ഒക്കെ ഇൻ്റർനെറ്റിലുണ്ട്. സോ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഇതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇതേപോലെ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്ന പോലെയാണ്. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും എങ്ങനെ വർക്ക് ചെയ്യണം. അതായത് ഇപ്പം ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിക്കിൾസ് ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആഡ്സ് വെച്ചിട്ടാണ് ഫേസ്ബുക്ക് കാശ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അത് കുറച്ച് പേർക്ക്, അതായത് ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ വീഡിയോസിന് അവർ കുറേ കാശ് ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർ നമുക്ക് കാശായിട്ട് തരും. അങ്ങനെയാണ് ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും അങ്ങനെ ചെയ്യും. ഇപ്പോൾ യൂട്യൂബ് എന്താ പറയുക, ഞാനൊരു യൂട്യൂബിൽ കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. സോ യൂട്യൂബിൽ കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ അവർ ആഡ്സ് ഇടും. എന്നിട്ട് ആ ആഡ്സിന് ഒരു റവന്യൂ, എത്ര ആഡ്സ് ഇട്ടു, ആ ആഡ്സ് എത്ര പേര് ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ എത്ര പേര് ഫുള്ളായിട്ട് കണ്ടു, പിന്നെ അവർ എവിടെ നിന്നാണ് കാണുന്നത്, അങ്ങനെ പല ഇത് ബേസ് ചെയ്തിട്ടാണ് കാശ് കൊടുക്കുക. ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അങ്ങനെയാണ് കാശ് കൊടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന വെബ്സൈറ്റ്സ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു കണ്ടന്റ് ഇട്ടു, അപ്പോൾ അത് നാച്ചുറലായിട്ട് ഹ്യൂമൻസിന് ഇഷ്ടപ്പെട്ടാൽ ഹ്യൂമൻസ് അത് ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ കമൻസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാശ് ഉണ്ടാക്കാം. അതായത് നമ്മുടെ കണ്ടന്റ് നല്ലതാണ്, നമുക്ക് പിന്നെ നമ്മൾ ആഡ്സിന് എങ്ങനെ വരും, അങ്ങനെ വരും ഇങ്ങനെ വരും നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മുടെ കണ്ടന്റ് നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, കമൻസ് ചെയ്യും, നമുക്ക് കാശ് ഉണ്ടാക്കാം. സോ ഇതാണ് പറയുന്നത്. സോ ഈ വെബ്സൈറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ steamit.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റാണ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2 years മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2016 ഈ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇത് വെബ്സൈറ്റ് പറയാൻ പറ്റില്ല, ഇത് നമ്മുടെ ഫേസ്ബുക്ക് പോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് ബൂമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണ്. സോ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ steamit.com എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ കുറേ ആർട്ടിക്കിൾസ് ഉണ്ടായി. അത് വളരെയധികം ട്രെൻഡിങ്ങിൽ വരുന്ന ആർട്ടിക്കിൾസൊക്കെ അതിന് ഇപ്പോൾ മുന്നിൽ കാണിക്കുന്നുണ്ടാവും. സോ അത് നോക്കുകയാണെങ്കിൽ ആ ആർട്ടിക്കിളിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു ആർട്ടിക്കിൾ ചിലപ്പോൾ $1,000, ഒരു ആർട്ടിക്കിൾ ചിലപ്പോൾ $2,000, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓരോ കമൻസ് ആരെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ലൈക്ക് ചെയ്യുമ്പോൾ, ആക്ച്വലി ഇവിടെ ലൈക്ക് എന്നല്ല അപ്വോട്ട് എന്ന് പറയുക, അതായത് നമ്മളതിന് തംസ് അപ്പ് കൊടുക്കുന്ന പോലെ തന്നെ അപ്വോട്ട്. സോ ഓരോ ഇതിനനുസരിച്ചിട്ട് അങ്ങനെ കാശ് കൂടി ടോട്ടലായിട്ട് സമ്മപ്പ് ചെയ്തിട്ട് $1,800, $1,000 അങ്ങനെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കാം. സോ ഇതാണ് മെയിനായിട്ട് ഈ സിസ്റ്റം നടക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കാണിക്കുന്ന ഡോളേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക USD ഡോളേഴ്സ് അല്ല, ഇവർ കാണിക്കുന്നത് സ്റ്റീമിറ്റ് ഡോളേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു ബിറ്റ് കോയിൻ ആണ്. സോ നമ്മൾക്ക് എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ ബിറ്റ് കോയിൻസ് ആയിരിക്കും ക്രിപ്റ്റോ കറൻസി ആയിട്ട് നമുക്ക് കിട്ടും. സോ ഈ കിട്ടുന്ന കോയിൻസ്, അത് സ്റ്റീമിറ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. സോ ഇത് നമുക്ക് എത്രത്തോളം നമുക്ക് കിട്ടുന്നു അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ കാശിലോട്ടോ അത് USDയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ടോ നമുക്ക് മാറ്റാൻ പറ്റും. സോ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സ്റ്റീമിറ്റിൻ്റെ എത്ര INR വാല്യൂ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇന്നത്തെ വില ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീമിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 11 രൂപ കിട്ടും. അതായത് നിങ്ങൾക്കൊരു 10 സ്റ്റീമിറ്റ് കോയിൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് 100-110 രൂപേൻ്റെ അടുത്ത് കിട്ടും. അതുപോലെ 1000 സ്റ്റീമിറ്റ് കോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ 1000 സ്റ്റീമിറ്റ് ഡോളേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആ മൾട്ടിപ്പിൾസുമായിട്ട് പോയിക്കൊണ്ടിരിക്കും.
സോ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ചില ആ പോസ്റ്റ് ഒന്നും വളരെ വലിയ വലിയ അതൊന്നും എഴുതുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർനെറ്റിൽ നമ്മൾ കാണുന്ന ഇമേജസ് ജസ്റ്റ് എടുത്തിട്ട് ഷെയർ ചെയ്യുക. അങ്ങനത്തെ ആർട്ടിക്കിൾസാണ് മോസ്റ്റ്ലി ഇതിൽ വളരെയധികം പോപ്പുലർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു റീസെൻ്റ് ആയിട്ട് ഒരാളുടെ ഒരു ജേർണി പഠിക്കുക. അതായത് ഈ സ്റ്റീമിറ്റിൽ നിന്ന് അയാൾ ഫുൾ ജോലി കളഞ്ഞിട്ട് സ്റ്റീമിറ്റ് മാത്രം ചെയ്യുന്ന ഒരാളിനെ പറ്റി ഒരു കഥ വായിച്ചു. അപ്പോൾ അയാൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അയാൾ പോസ്റ്റ് ചെയ്യുന്നത് ഇമേജസ് ആയിരിക്കും. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമേജസ് പോസ്റ്റ് ചെയ്യുന്നു. അതിന് വളരെയധികം ലൈക്സും കമൻസും കിട്ടിയിട്ട് അയാൾ ഒരു മാസം 3000 സ്റ്റീമിറ്റ് കോയിൻസ് വരെ ഉണ്ടാക്കി. പക്ഷെ അതിലുണ്ടാക്കിയത് 2017 ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ സ്റ്റീമിറ്റ് കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരുന്നു. അതായത് ഒരു സ്റ്റീമിറ്റ് കോയിൻ എന്ന് പറയുമ്പോൾ 100-200 രൂപ ആ ഒരു ലെവലിലേക്ക് ആ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിൽ. ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് ഇപ്പോൾ 11 രൂപീസിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സോ ആ ഒരു സ്റ്റേജിൽ അയാൾക്ക് വളരെയധികം കാശ് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ അയാളായിരുന്നു കുറേ ഉണ്ടാക്കി. പിന്നെ അയാളുടെ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് വരാം. സോ ഇതാണ് സ്റ്റീമിറ്റിൻ്റെത്. ഇതേപോലെ സ്റ്റീമിറ്റിൻ്റെ ഒരു സബ്സിഡറി എന്ന് പറയാൻ പറ്റും. അതായത് DTube. ഈ DTube എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് പോലെ തന്നെയാണ്. സോ DTubeലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് എന്ത് വീഡിയോസും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നില്ല. വേറെ ആരെയും നിങ്ങൾ ഇൻ്റർനെറ്റിൽ കാണുന്ന വളരെ വൈറലായിട്ട് യൂട്യൂബിൽ കാണുന്ന വളരെ വൈറലായിട്ടുള്ള വീഡിയോ ജസ്റ്റ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ വെബ്സൈറ്റിൽ ലോഗിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുക. സോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് വെച്ചാൽ ആ വീഡിയോസ് എത്ര ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു, ആ ലൈക്സും കമൻസും എത്ര ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് കൺവേർട്ടഡ് ആയിട്ട് കാശ് മാറും. ഇപ്പം നിങ്ങൾ DTubeൽ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റും. സോ ആ വീഡിയോസിൻ്റെയൊക്കെ ഓരോ വീഡിയോസിൻ്റെ താഴത്ത് അത് എത്ര ഡോളേഴ്സ് ഏൺ ചെയ്തു എന്ന് അവന് കാണിച്ചു. ചില വീഡിയോസ് ചില പെട്ടെന്ന് ഇപ്പോൾ പുതിയതായിട്ട് വന്ന വീഡിയോ ആണെങ്കിൽ കുറച്ച് കാശ് കുറവായിരിക്കും. പക്ഷെ അത് കുറേ ആൾക്കാർ കാണും അതിന് കാശ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇവരും യൂസ് ചെയ്യുന്നത് സ്റ്റീമിറ്റ് കോയിൻസ് ആണ്. സോ സ്റ്റീമിറ്റ് കോയിൻസ് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 വെബ്സൈറ്റ്സിൽ പോവുക. എന്നിട്ട് നിങ്ങളുടെ കണ്ടന്റ് തന്നെ ചെയ്യണമെന്നില്ല. ബാക്കി വേറെ ആൾക്കാരുടെ അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറൽ ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കുക. അതിൻ്റെ ഇവിടെ ഷെയർ ചെയ്യുക. ഇവിടെയും റീട്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഒരു ആർട്ടിക്കിൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർ റീട്വീറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് റീട്വീറ്റ് എന്നല്ല പറയാം, സ്റ്റീമിറ്റ് എന്ന് പറയും. സോ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും നമ്മൾ ട്വിറ്ററിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നപ്പോൾ അതിന് പകരം കുറച്ച് ടൈം എടുത്തിട്ട് അതിൽ കാണുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന നമ്മൾ നല്ല നല്ല ടോപ്പായിട്ടുള്ള ന്യൂസൊക്കെ നമ്മൾ എടുത്ത് ഇതിലിടുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് ആർട്ടിക്കിളാണ് വളരെയധികം ഹിറ്റ് ആവുക സ്റ്റീമിറ്റിൽ, അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് DTubeൽ ഹിറ്റ് ആവുക നമുക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ സ്ലോ ആയിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങളതിൽ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ വീഡിയോസാണ് കൂടുതലായിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ പുഷ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ സ്റ്റീമിറ്റ് ഡോളേഴ്സ് അക്യുമുലേറ്റ് തുടങ്ങും. ടോട്ടലി നിങ്ങൾക്കത് എപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യണോ ആ ടൈമിൽ നിങ്ങൾ അതിന് സ്റ്റീമിറ്റ് കോയിൻസ് നേരെ കൺവേർട്ട് ചെയ്തിട്ട് ഡോളേഴ്സാക്കി മാറ്റാം. നിങ്ങൾ റുപ്പീസിക്കോ ഡോളേഴ്സിക്കോ എങ്ങനെ വെച്ചാൽ മാറ്റാം. സോ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതൊരു എന്താ പറയുക ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെയധികം കാലം 2-3 കൊല്ലമായിട്ട് വളരെയധികം ബൂമായിട്ട് നടക്കുന്ന ഒരു വെബ്സൈറ്റാണ്. സോ അവരുടെ പേയ്മെൻറ്റും എല്ലാം വെരിഫൈഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് തന്നെയാണ്. അതായത് ഒരു തരത്തിലുള്ള ഫ്രോഡും ഇല്ല. നിങ്ങൾ ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ജെന്യൂനായിട്ട് പേ ചെയ്യുന്നുണ്ട്. സോ അതിന് ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് വീഡിയോസ് എടുത്ത് അതിൽ പോസ്റ്റ് ചെയ്യണതിലും ഒന്നും പ്രശ്നമില്ല. കാരണം നമുക്ക് ഒരു തരത്തിലുള്ള കോപ്പിറൈറ്റ്സ് ഇഷ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല DTubeലൊക്കെ നമ്മൾ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ ഇൻ്റർനെറ്റിൽ പെറ്റ്സിൻ്റെയോ അങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണില്ല. അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ എപ്പോഴും ഏത് കൺട്രിയിൽ പോയാലും നമ്മുടെ മലയാളം വീഡിയോസൊക്കെ ചിലപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ കാരണം DTubeൽ അധികം ഇന്ത്യൻസ് കുറവാണ്. സോ വേൾഡ് ഫുള്ളായിട്ട് കാണാൻ തരത്തിൽ അത് അധികം സംസാരം ഇല്ലാത്ത നമ്മൾ വീഡിയോസ് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള പെറ്റ്സോ അല്ലെങ്കിൽ ഫണ്ണി ഇമേജസോ ഫണ്ണി വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് കമ്പൈൽ ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത് ഗ്രാജുവലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടക്കെന്ന് ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഈ 2 വെബ്സൈറ്റ്സും. ഇത് രണ്ടും നല്ല ഇപ്പോൾ ഇതിൽ 1 മില്യൺ യൂസേഴ്സുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. കാരണം അവർക്ക് അത്രയ്ക്ക് അധികം ആൾക്കാർ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ജോയിൻ ഇത് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്യൂ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1 വീക്കൊക്കെ ചിലപ്പോൾ ടൈം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ടൈമിനോട് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 1 വീക്ക് ആയെങ്കിൽ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ചിലപ്പോൾ അത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും അതിൽ. സോ ഇതാണ് എൻ്റെ വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഈ 2 വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യും. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.